ജൈവമാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഒരു വളം നിർമ്മാണമായിട്ട് കണക്കാക്കിയിരുന്ന ഒരു ഇൻഡസ്ട്രി അത് അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ ലോകത്തെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് വളരുന്ന കാലഘട്ടമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ജൈവമാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഒരു വളം നിർമ്മാണ യൂണിറ്റ് ആണെന്നുള്ളത്. 2023 കാലഘട്ടം വരെയൊക്കെ ഏതാണ്ട് ജൈവമാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഒരു ജൈവവള നിർമ്മാണം മാത്രമായിരുന്നു. എന്നാൽ 2023 ശേഷം ടെക്നോളജികൾ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയും അതിനകത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരികയും ചെയ്തതാണ്. ഇപ്പോൾ 2026 നമ്മളിത് സംസാരിക്കുമ്പോൾ ശരിക്കും ജൈവമാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ പ്രോട്ടീൻ ഇൻഡസ്ട്രി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ലോകം, നമ്മൾ കേവലം അതിനെ ഒരു മാലിന്യ സംസ്കരണമായിട്ട് കണക്കാക്കുമ്പോൾ ലോകം അതിനെ കണക്കാക്കുന്നത് ഫ്യൂച്ചർ പ്രോട്ടീൻ ഇൻഡസ്ട്രിയാണ്. അതായത് ജൈവമാലിന്യ സംസ്കരണത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് ഫ്യൂച്ചർ പ്രോട്ടീൻ, അതുപോലെ മരുന്നുകളിലും കോസ്മെറ്റിക് ഇൻഡസ്ട്രികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് ഇന്ന് ഈ ജൈവമാലിന്യ സംസ്കരണത്തിലൂടെ വരുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടും. അപ്പോൾ അടുത്ത ഒരു 10 വർഷം എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ബയോ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വാല്യൂ ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ്. കാരണം അതിനകത്തു നിന്നാണ് നമ്മളുടെ ഇപ്പോൾ കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്കുള്ള പ്രോഡക്റ്റുകൾ, അതുപോലെ മെഡിസിനൽ വാല്യൂ ഉള്ള പ്രോഡക്റ്റുകൾ, അതുപോലെ തന്നെ വളവുമായി ബന്ധപ്പെട്ടുള്ള വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഈ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേവലം മാലിന്യ സംസ്കരണമായിട്ട് നിന്നിരുന്ന, അല്ലെങ്കിൽ കേവലം ഒരു മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ഡിസ്പോസലായിട്ട് കണക്കാക്കിയിരുന്നതും, അല്ലെങ്കിൽ ജൈവമാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഒരു വളം നിർമ്മാണമായിട്ട് കണക്കാക്കിയിരുന്ന ഒരു ഇൻഡസ്ട്രി അത് അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ ലോകത്തെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് വളരുന്ന കാലഘട്ടമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്.